പൊട്ടൻ തെയ്യത്തിൻ്റെ കഥ അറിയാമോ? ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ കഥയാണ് പൊട്ടൻ തെയ്യം. പരമേശ്വരൻ ചണ്ടാള വേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച ഒരു കഥയും കൂടിയാണിത്. കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വെച്ചാണ് ഇത് നടന്നത്. അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ ശങ്കരാചാര്യർ എത്തിച്ചേർന്നു. എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിൽ ഇരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടു എന്നാണ് വിശ്വാസം. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ശങ്കരാചാര്യരോട് വഴിയിൽ നിന്ന് തീണ്ടലിനെ പറ്റി വാഗ്വാദം നടത്തി. അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. പണ്ഡിതന്റെ വിശ്വാസങ്ങളെ പിടിച്ചുലച്ച ചോദ്യങ്ങൾ. ശുദ്ധമായത് ആരാണ് തീരുമാനിക്കുന്നത്? ആർക്കാണ് പഠിക്കാൻ കഴിയുക എന്നത് ആരാണ് തീരുമാനിക്കുന്നത്? എല്ലാ ആത്മാവിലും ഒരേ തീയല്ലേ കത്തുന്നത്? ശങ്കരാചാര്യർക്ക് കോപം വന്നു. നീ ഒരു പൊട്ടനാണ്, ഒരു ഭ്രാന്തൻ എന്നയാൾ വിളിച്ചു പറഞ്ഞു. ആ അപരിചിതൻ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അവൻ പറഞ്ഞു, സത്യം ഭ്രാന്താണെങ്കിൽ അതെ, ഞാൻ പൊട്ടൻ തന്നെയാണ്. നിമിഷങ്ങൾക്കകം ആ മനുഷ്യൻ തന്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി. ശിവന്റെ ഉഗ്രമായ അവതാരം. ദൈവത്വം ജാതിയോ നിറമോ പദവിയോ ധരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അന്നു മുതൽ ആളുകൾ ഈ രൂപത്തെ പൊട്ടൻ തെയ്യം സമത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിർഭയ സത്യത്തിന്റെയും ദൈവമായി കണക്കാക്കുന്നു. പൊട്ടൻ തെയ്യം നൃത്തം ചെയ്യുമ്പോൾ അവൻ സംസാരിക്കുന്നു. രാജാക്കന്മാരോടും ധനികരോടും പുരോഹിതന്മാരോടും ഓരോ മനുഷ്യനും ദൈവമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ പ്രകടനം വെറും കലയല്ല, അതൊരു പ്രതിഷേധമാണ്, ഒരു തത്വചിന്തയാണ്, ഒരു തീയാണ്.